സ്വീറ്റിന് എപ്പോഴും നമ്മളൊരു സ്ലോ പോയിസണിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം അത് സ്വീറ്റിൻ്റെ ഷുഗർ ഒരുപാട് ഇൻടേക്ക് ചെയ്യുമ്പം ശരീരത്തിൽ പെട്ടെന്നാണ് അത് അബ്സോർവ് ചെയ്യുന്നത്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഡിസബിലിറ്റിയുടെ ഒരു മേജർ ഫാക്ടറാണ്. ഒരു മാസത്തിൽ ഒരു 4 മൈഗ്രെയിൻ വന്നാൽ 4 ലീവാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും അവരുടെ കമ്പനിക്കും നഷ്ടമാണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. മൈക്രോ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ മൈക്രോ സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പലർക്കും അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ അങ്ങ് മയങ്ങി പോകും, ഇങ്ങനെ അങ്ങ് കണ്ണടച്ചു പോകും, പെട്ടെന്ന് അലേർട്ടാവും, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് ബേസിക്കലി നൈറ്റിലെ സ്ലീപ്പിന്റെ ക്വാളിറ്റി മോശം ആയതുകൊണ്ട് തന്നെയാണ്. ഏതൊരു സിനിമയിൽ മോഹൻലാൽ എന്തോ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ തല്ലി തറക്കുന്ന ഒരു സീനാണ്. അതൊരു ഹീറോസ് ആയിട്ട് ആൾ കാണുന്നത്. അത് ശരിക്കും അത് വളരെ റോങ് ഇൻഫർമേഷൻ ആ ഡയറക്ടർ ജനങ്ങൾക്ക് കൊടുത്തത്. ബുദ്ധി കൂടാനായിട്ട് ചില കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ ചെവനപ്രാശമൊക്കെ കൊടുക്കും, എൻ്റെ കുട്ടിക്ക് ബുദ്ധി കൂടുമെന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റായ ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ പല അമ്മമാർക്കും ഉണ്ട്. നമ്മുടെ ബുദ്ധി എപ്പോഴും നമ്മുടെ മെയിൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ ജീനാണ്. നമ്മുടെ ഇന്നർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ അതിനെ നമുക്ക് പോഷിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഒരു വളരെ ചെറിയ റോള് മാത്രമേ ഉള്ളൂ ഈ സപ്ലിമെന്റ്സ്. മാൻ പവർ ലീക്കേജ് ഇൻ കേരള, അതെന്താണ് ഡോക്ടർ? നമ്മുടെ മെഡിക്കൽ നഴ്സിംഗ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവരൊക്കെ ഹെവി ലോൺ എടുത്തിട്ട് ഇവിടുത്തെ അവർ പഠിച്ചിറങ്ങുമ്പോഴേക്കും അവർക്ക് ആ സാലറി വെച്ച് അവർക്ക് ജീവിക്കാൻ പോലും ഉള്ള സാലറി കൊടുക്കുന്നില്ല. അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ ഉടനെ എഡ്യൂക്കേഷൻ ലോണിന്റെ ബർഡൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബർഡൻ കാരണം അവർക്ക് വിദേശത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഡോക്ടർ, എനിക്ക് മറവി രോഗമാണോ എന്ന സംശയം കുറച്ച് ദിവസമായി കൂടി വരുന്നു. ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? എന്റെ പ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ചോദ്യം മാത്രമേ ഉള്ളൂ. മറവി രോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, നമുക്ക് ഈ ചെറുപ്പക്കാർക്കൊക്കെ മറവി രോഗം പലപ്പോഴും കോമൺ ആയിട്ട് പറയും, എനിക്കൊന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അത് അതിനകത്ത് ഒരു കാരണമാണ് ഭയങ്കര സ്ലീപ്പ് ഡിപ്രിവേഷൻ കാരണം ഷോർട്ട് ടേം മെമ്മറി ഒരിക്കലും ലോങ് ടേം മെമ്മറിയിലേക്ക് പോകുന്നില്ല. തലേദിവസം ഒരാളെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ തലേദിവസത്തെ ചില വർക്കൊക്കെ പിറ്റേ ദിവസം വന്ന് ഉറങ്ങാതെ ഇരുന്ന് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എല്ലാം മറന്നു പോകും. അതാണ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവം. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്ന് വെച്ചാൽ ടൂ മച്ച് വർക്കാണ്. എനിക്ക് പരിചയത്തിലുള്ള ഒരാൾക്കും ഉണ്ട്. ആൾക്കും വയസ്സ് 31, 32 ആൾക്കും ഇതേ പ്രോബ്ലം തന്നെയുണ്ട്. അപ്പൊ അതും ഈ ഒരു ഏജ് എന്തായിരിക്കും ബേസിക്കലി ടൂ മച്ച് ഇൻഫർമേഷൻസ് കയറി കഴിഞ്ഞാൽ പല കാര്യങ്ങളും വിട്ടുപോകും. നമുക്കിപ്പോ എല്ലാവർക്കും എല്ലാം ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കൊരു സാധാരണ ഒരു വളരെ ലിഷർലി ലൈഫ്, കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുള്ളൂ. അതൊക്കെ നമുക്ക് ഇങ്ങനെ ലോങ് ടേം കാര്യം ഇങ്ങനെ അങ്ങ് ഓർത്ത് വെക്കും. പഴയ അമ്മമാരൊക്കെ ഓർമ്മയില്ല, അവരിങ്ങനെ ചെറുപ്പം മുതലേ എല്ലാം ഓർത്തിരിക്കും. അവർക്ക് മക്കളുടെ കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. അതൊക്കെ അവർക്ക് നല്ല ഓർമ്മയാണ്. പക്ഷെ നല്ലൊരു രാവിലെ തൊട്ട് 8 മണി തൊട്ട് രാത്രി 8 മണി വരെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നു, ബിസിനസ് മീറ്റ്, ആ മീറ്റ്, ഈ മീറ്റ്, അതിൻ്റെ ഇടയിൽ ഒരുപാട് ബൊമ്പാർഡിങ് വിത്ത് ഇൻഫർമേഷൻസ് തലയിൽ വരുമ്പോഴേക്കും പല കാര്യങ്ങളും മിസ് ചെയ്യും. അപ്പോൾ ചെറുപ്പക്കാർ പലരും വിചാരിക്കും അവർക്ക് എന്തോ മെമ്മറി ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുള്ളത്. അത് ടൂ മച്ച് ഇൻഫർമേഷൻ വരും, ഡെഫിനറ്റ്ലി അത് നാച്ചുറലായിട്ട് അത് പലതും നമ്മുടെ മൈൻഡിൽ നിന്ന് അത് പോകും. അതൊരു മറ്റൊരു രീതി. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ സ്ലീപ്പ് ഡിപ്രവേഷൻ കാരണം ഉണ്ടാകുന്ന ഇത്. പക്ഷെ എന്നാലും നമുക്കൊരു ശരിക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളത് എന്തായാലും ഒരു MRI എടുത്ത് നോക്കിയിട്ട് ബ്രെയിനിലെ സ്ട്രക്ചറിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമുക്ക് നോക്കണം. അതില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കറക്റ്റായിട്ട് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ചില നല്ല സപ്ലിമെന്റ്സ് നമ്മൾ ബാലൻസ് ഡയറ്റ് കറക്റ്റായിട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഈ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് കൂട്ടുക, നമ്മുടെ ചില ഈ ഒമേഗ ഫാറ്റി ആസിഡ് സപ്ലിമെന്റ്സ്, പിന്നെ ഗ്രീൻ ടീ, പിന്നെ ഈ ചില ഗ്രേപ്സിലൊക്കെ റെസ്വെട്രോൾ, ഇതൊക്കെ ബേസിക്കലി മെമ്മറിക്ക് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സാധനങ്ങളാണ്. അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനത്തെ കുറേ ഡയറ്റ് സപ്ലിമെന്റ്സും പ്രോപ്പർ സ്ലീപ്പും പിന്നെ നല്ലതായിട്ട് രീതിയിലുള്ള ഹെൽത്തി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്കത് പോകാം. ഇപ്പം ചിലർക്ക് മെമ്മറി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഉള്ള ചില കാര്യങ്ങളുണ്ട്. അതായത് ബ്രെയിൻ വർക്കൗട്ട്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അത് ബോഡി വർക്കൗട്ട് പോലെ തന്നെ ബ്രെയിൻ വർക്കൗട്ട്. അത് നമ്മളെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യണം. അപ്പം നമ്മുടെ തലച്ചോറിൽ സാധാരണ രീതിയിൽ കുറേ ന്യൂറോൺസ് വെറുതെ കിടക്കുക. നമുക്ക് ട്രില്യൻസ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്, ബില്യൺസ് അല്ല, ട്രില്യൻസ് ഓഫ് ന്യൂറോൺസ് നമ്മുടെ തലച്ചോറിലുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഫുൾ ലൈഫ് സ്പാനിൽ എത്രയൊക്കെ ചെയ്താലും അതിനെല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്ക് അതിനെ കൂടുതൽ ന്യൂറോൺസ് നമുക്ക് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം, സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കാം. അപ്പം അതിനെയാണ് ബ്രെയിൻ വർക്കൗട്ട് എന്ന് തന്നെ. അപ്പം അതിനെയാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ ബ്രെയിൻ വർക്കൗട്ടാണ്, പുതിയ 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 കാര്യങ്ങൾ പഠിക്കുന്നത്. പക്ഷെ പഠിച്ചാൽ നമ്മൾ ജോലി കിട്ടിയാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണം. ഒന്നെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പുതിയ പുതിയ ഡിഫറെൻറ്റ് സ്കിൽസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ കുറച്ച് മ്യൂസിക് പഠിക്കുക, എന്തെങ്കിലും സ്പോർട്സോ എന്തെങ്കിലും പഠിക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങൾ പഠിക്കുക. അല്ലെങ്കിൽ ഉള്ള സ്കില്ലിനെ തന്നെ അതിൻ്റെ അങ്ങേ അറ്റം വരെ എത്തിക്കുക.
സ്വിമ്മിങ് പഠിക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ തുടങ്ങുക, പിന്നെ അത് സ്റ്റേറ്റ് ലെവല് അല്ല സ്കൂൾ ലെവല്, പിന്നെ ഡിസ്ട്രിക്ട് ലെവല്, സ്റ്റേറ്റ് ലെവൽ കോമ്പറ്റ് ചെയ്യുക, പിന്നെ നാഷണൽ ലെവല്, ഇന്റർനാഷണൽ ലെവൽ, ഒളിമ്പിക്സ്, അങ്ങനെ 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 ഹൈ, പിന്നെ അതിനെ തന്നെ പിന്നെയും ചലഞ്ച് ചെയ്യുക. അതും ബ്രെയിൻ വർക്കൗട്ട് ആണ്. പിന്നെ മെന്റൽ എക്സസൈസസ് ഉണ്ട്, അതും നമുക്ക് ഇഷ്ടമുള്ള മെന്റൽ എക്സസൈസ്. ഇപ്പൊ ഒരാൾ ഒരു സുഡോക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ പസിൽ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ നമ്മളത് ചെയ്യണമെന്ന് ഇൻട്രസ്റ്റ് ആവണമെന്നില്ല. എപ്പോഴും നമ്മൾ പാഷനേറ്റ് ആയിട്ട് ഒരു സാധനം സെലക്ട് ചെയ്ത് അതിനെ പിന്നെയും 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 ചെയ്യുമ്പം അത് ബ്രെയിനിലെ മെമ്മറിയും ബ്രെയിനിലെ ഫംഗ്ഷനിങ്ങും. ഇപ്പം മെമ്മറി മാത്രമല്ല ബ്രെയിനിലെ ഫംഗ്ഷൻ, അത് ചെറിയൊരു പാർട്ട് മാത്രമേ ഉള്ളൂ. ബ്രെയിൻ ഫംഗ്ഷനിങ്ങിന്റെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ഒരു സിറ്റുവേഷൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു, നമ്മുടെ എമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു, ഒരു കറക്റ്റ് ടൈമിൽ എങ്ങനെ ഡിസിഷൻ എടുക്കുന്നു, ഒരു സിറ്റുവേഷനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു, എല്ലാം ഇതുണ്ട്. ഈവൻ ഹൗ യു സ്പീച്ച്, അതൊക്കെ ഭയങ്കര ബ്രെയിനിലെ ഫംഗ്ഷനാണ്. കറക്റ്റ് ടൈമിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്ത് കയ്യിലെടുക്കുന്നത്, അതൊക്കെ ഒരു ഭയങ്കര ഒരു ബ്രെയിനിൽ ഒരുപാട് കാര്യങ്ങൾ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ കൊച്ചിന്റെ മെമ്മറി വെച്ചുകൊണ്ട് മാത്രമാണ് സിലബസ്. അപ്പോൾ നല്ല മെമ്മറിയുള്ള കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്യും, മെമ്മറി ഇല്ലാത്ത പല കുട്ടികളും പെർഫോം ചെയ്യത്തില്ല. പക്ഷെ അത് ആക്ച്വലി റോങ് അസസ്മെന്റ് ആണ്. അതുകൊണ്ടാണ് സ്കൂൾസിലൊക്കെ ആവറേജ് ആയിട്ട് പെർഫോം ചെയ്യുന്ന പല കുട്ടികളും ഭാവിയിൽ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് ആവുന്നത്. അറ്റ് ദ സെയിം ടൈം ഹൈ സ്കോർ മേടിക്കുന്ന പല കുട്ടികളും ലൈഫിലേക്ക് വരുമ്പോൾ അവർ ഒരു ആവറേജ് പോകുന്നു. അങ്ങനെയൊക്കെ വരുന്നത് അതുകൊണ്ടാണ്. കാരണം ബ്രെയിനിൽ ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്, പക്ഷെ അതെല്ലാം ഒന്നും ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ മൈഗ്രെയിനെ കുറിച്ച് സംസാരിച്ചപ്പോഴേ ഉറക്കം കുറയുന്നത് അതിലേക്ക് ലീഡ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു കൂടുതൽ ഉറങ്ങുവാണെങ്കിൽ അതും ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സൃഷ്ടിക്കുമോ? ആക്ച്വലി കൂടുതൽ ഉറങ്ങുന്നതും ബോഡിക്ക് നല്ലതാണ്. കാരണം നമുക്ക് ബോഡിക്ക് എപ്പോഴും ഒരു ആക്ടിവിറ്റി വേണം. ശരി, അപ്പം കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാർ, ഭയങ്കര ലേസി ആയിട്ടുള്ള ആൾക്കാർ ഉറങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബോഡിക്ക് സർക്കുലേഷൻ ഭയങ്കര സ്റ്റാഗ്നന്റ് ആവും, നമ്മുടെ മസിൽസിന്റെ പവർ ഭയങ്കര കുറയും, ഡൈജഷൻ പ്രോപ്പർ ആയിരിക്കത്തില്ല. അപ്പോൾ ബോഡിയുടെ ആക്ടിവിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഓരോ അവയവങ്ങൾ ഫംഗ്ഷൻ ചെയ്യാനും നമ്മുടെ ബോഡി ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ കൂടുതൽ ഉറങ്ങുന്ന ആൾക്കാർക്ക് ബേസിക്കലി ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാം. ഒബേസിറ്റി, കാർഡിയക് ഇഷ്യൂസ്, മറ്റേ കൊളസ്ട്രോൾ റിലേറ്റഡ് ഇഷ്യൂസ്, ഡയബറ്റീസ് ഇഷ്യൂസ്, മറ്റേ ലൈഫ് സ്റ്റൈൽ ഹൈപ്പർടെൻഷൻ ഇഷ്യൂസ്, അങ്ങനെ പല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ഒക്കെ വരാം. അപ്പോൾ ശരിക്കും കൂടുതൽ സ്ലീപ്പും അതൊരു ഹാംഫുൾ ആണ്. അപ്പോൾ ഈ മൈഗ്രെയിൻ ഉള്ള ആൾക്കാർ അവർ കൂടുതൽ ഉറങ്ങുന്നത് കൊണ്ട് അവരുടെ മൈഗ്രെയിൻ മാറാൻ ചാൻസ് അങ്ങനെയുണ്ടോ? ഇല്ല, മൈഗ്രെയിൻ മാറാൻ പറ്റത്തില്ല, മൈഗ്രെയിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഡിസബിലിറ്റിയുടെ ഒരു മേജർ ഫാക്ടറാണ്. ഒരു മാസത്തിൽ ഒരു 4 മൈഗ്രെയിൻ വന്നാൽ 4 ലീവാണ്. അത് ശരിക്കും പറഞ്ഞാൽ അവർക്കും അവരുടെ കമ്പനിക്കും നഷ്ടമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മൈഗ്രെയിനെ കൺട്രോൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു സംഭവമാണ്. അപ്പോൾ അവരൊരു കൂടുതൽ ഉറങ്ങിയോണ്ട് കാര്യമില്ല, ഒരു 7 to 9 hours എപ്പോഴും കറക്റ്റായിട്ട് നല്ല ക്വാളിറ്റി സ്ലീപ്പ് അവർക്ക് ലഭിക്കാൻ ശ്രമിക്കണം. ഓക്കെ, നമ്മുടെ കൂടെ നമ്മുടെ ക്രൂവിൽ തന്നെ ഒരാൾക്കുണ്ട്, ഒരു 24 വയസ്സാണ് അവർക്ക് പ്രായം. ഓക്കെ, അവർക്ക് ഈ പറയുന്ന പോലെ ഉറക്കം വളരെ കുറവാണ്, ആങ്സൈറ്റി ഉണ്ട്, ഇങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതും അവർക്ക് ഇങ്ങനെ കൊളസ്ട്രോളിലേക്ക് എത്താനായിട്ടോ അല്ലെങ്കിൽ ഈ ലൈഫ് സ്റ്റൈൽ, അപ്പോൾ ഒബ്വിയസ്ലി ഇതെല്ലാം ഈ പറയുന്ന പോലെ കാര്യങ്ങളെല്ലാം വരാൻ ചാൻസസ് ഉണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി സ്ട്രെസ്സും സ്ലീപ്പ് ഡിപ്രവേഷനും ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്കുള്ള ഒരു ചാൻസസ് കൂടുതൽ ആണ്. അത് മാത്രമല്ല, അങ്ങനെയല്ല, നമ്മൾ ജനറ്റിക്കലി നമ്മൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ അങ്ങനെ ഒരു ആൾക്കാർക്ക് സാറിന് 60 വയസ്സിലേക്ക് വരുന്ന സംഭവം ഇങ്ങനെ സ്ട്രെസ്സും ഉറക്കം അടിച്ച ആൾക്കാർ കുറച്ചുകൂടി നേരത്തെ മാനിഫെസ്റ്റ് ചെയ്യും. 45 വയസ്സാകുമ്പോഴേക്കും പതുക്കെ ഡയബറ്റിക് ആകാൻ തുടങ്ങുന്നു, BP പതുക്കെ കൂടാൻ തുടങ്ങുന്നു, കൊളസ്ട്രോൾ നോക്കുമ്പോൾ അത് ഹൈ ആവാൻ തുടങ്ങുന്നു, അങ്ങനെ ഓരോ ചേഞ്ചസ് വരാൻ തുടങ്ങും. ഓക്കെ, ഇനി നമ്മുടെ ഇവിടെ നമ്മളിപ്പം കുറച്ച് പേർക്കൊക്കെ അറിയുണ്ടാവുള്ളൂ, എല്ലാവർക്കും അറിയുണ്ടോ എന്ന് എനിക്കറിയില്ല, മൈക്രോ സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അത് എന്താണെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? ഈ മൈക്രോ സ്ലീപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പലർക്കും അത് ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. അതായത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ കണ്ണടച്ചു പോകും, പെട്ടെന്ന് അലേർട്ടാവും, എന്തും ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും. അത് ബേസിക്കലി നൈറ്റിലെ സ്ലീപ്പിന്റെ ക്വാളിറ്റി മോശം ആയതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പ് കുറഞ്ഞു കാണും, അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കുറഞ്ഞു കാണും. അപ്പോൾ ആൾക്കാർ ചോദിക്കുമ്പോൾ 8 മണിക്കൂർ ഉറങ്ങി എന്നൊക്കെ പറയും, പക്ഷെ അവർ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് കൂടുതലായിരിക്കും. എസ്പെഷ്യലി ഈ സ്നോറിംഗ് ഉള്ള ആൾക്കാർക്കാണ് അത് കൂടുതലും കാണുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഭയങ്കര പൂറാണ്. അവർ ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകത്തുള്ളൂ. നല്ല ഡീപ്പ് സ്ലീപ്പിൽ പോകുമ്പോഴേക്കും അങ്ങ് സ്നോർ ചെയ്ത് പെട്ടെന്ന് നിന്ന് പോകും. അതിനെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്നൊക്കെ പറയും. അപ്പോൾ അവർ എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് അങ്ങനെ ഭയങ്കര അങ്ങനെ പെട്ടെന്ന് അങ്ങ് അവരുടെ ബ്രീത്തിങ് നിന്ന് പോകും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് അവർ ബോഡിയുടെ സ്ട്രെസ് ഹോർമോൺസ് ഒക്കെ ഭയങ്കര കൂടി കാർബൺ ഡയോക്സൈഡ് റിട്ടേഷൻ വന്ന് പെട്ടെന്ന് അവർ ചാടി എഴുന്നേക്കും. അപ്പോൾ അവർ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നില്ല, എപ്പോഴും സൂപ്പർഫിഷ്യൽ സ്ലീപ്പിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് യൂഷ്വലി ഡേ ടൈം എപ്പോഴും രാവിലെ എഴുന്നേക്കും ഒട്ടും ഫ്രഷ്നെസ് കാണത്തില്ല, എപ്പോഴും ഒരു തൂങ്ങിയിരിക്കും. അപ്പം അങ്ങനെയുള്ളവർ ശരിക്കും ഒരു സെഡൻഡറി ജോലിയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഹൈ റിസ്ക് ജോബ്സ് ഒക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും ഡ്രൈവ് ചെയ്യുന്നു, ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു,
അല്ലെങ്കിൽ എന്തെങ്കിലും മെഷീൻ്റെ ഇടയിൽ ഇങ്ങനെ പെട്ടെന്നോട്ട് മാറ്റുന്നു, അതിന് ഇത്തിരി ഒരു ശ്രദ്ധ കുറഞ്ഞാൽ മതി, അവർ പെട്ടെന്ന് അങ്ങനെ. അപ്പം അങ്ങനത്തെ ഹൈ റിസ്ക് ജോബൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരുപാട് വലിയ മേജർ ആക്സിഡൻസിലേക്കൊക്കെ പോകുന്നത് കാണാം. ലൈക്ക് ഭയങ്കര ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ചിലപ്പം കാണത്തുള്ളൂ, പക്ഷെ ആ ഒരു കുറച്ച് നേരത്തേക്ക് ഒരു ശ്രദ്ധ കംപ്ലീറ്റ് അവരുടെ ആ ഒരു ചെയ്യുന്ന ജോലിയിൽ പെട്ടെന്ന് ഡീവിയേഷൻ വരുമ്പം അത് ചിലപ്പോൾ അപകടങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഓ, ഓക്കെ. ഇനി ഈ സ്വീറ്റ് ഇൻടേക്കിംഗ് കൂടുതലായിട്ട് കൂടുമ്പോഴേ പഞ്ചസാര കൂടുതലായിട്ട് കഴിക്കുക, സ്വീറ്റ് കൂടുതൽ, അത് എങ്ങനെയെങ്കിലും ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് അത് ലീഡ് ചെയ്യുമോ? പൊതുവെ പഞ്ചസാര അധികം കഴിക്കരുത് നല്ലതല്ല എന്ന് പറയും, പക്ഷെ അത് പഞ്ചസാര ന്യൂറോ റിലേറ്റഡിലേക്ക് അത് എത്രത്തോളം അത് ബാധിക്കുന്നുണ്ടാവും? ന്യൂറോ റിലേറ്റഡ് അല്ല, ജനറലി അത് ഹെൽത്തിന് ബേസിക്കലി നമ്മളത് മോശമാണ്. എൻകറേജ് ചെയ്യുന്നില്ല. ഓക്കെ. അപ്പം അതിൻ്റെ ആ ഒരു കിട്ടുന്ന ആ ഒരു സുഖം മാത്രമേ ഉള്ളൂ. ഈ സ്വീറ്റിന് എപ്പോഴും നമ്മളൊരു സ്ലോ പോയിസണിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം അത് സ്വീറ്റിൻ്റെ ഷുഗർ ഒരുപാട് ഇൻടേക്ക് ചെയ്യുമ്പം ശരീരത്തിൽ പെട്ടെന്നാണ് അത് അബ്സോർവ് ചെയ്യുന്നത്. അത് പെട്ടെന്ന് ബോഡിയിൽ അബ്സോർവ് ചെയ്യുന്നു, അത് പിന്നെ അത് ബോഡിയിൽ പെട്ടെന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. അപ്പം ഈ ഒബേസിറ്റിക്കുള്ള ഒരു മേജർ കാരണം ബോഡിയിൽ പെട്ടെന്ന് അബ്സോർവ് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ബോഡി ഡെപ്പോസിറ്റ്, ഒബേസിറ്റി, അങ്ങനെ പല രീതിയിലുള്ള ഡയബറ്റീസ് ഉള്ള ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ബിഫോർ അവർ സാറിന് ഏജിൽ അതിന് മുമ്പ് തന്നെ ഡയബറ്റിക് ആവുന്നു. പിന്നെ ബ്ലഡ് വെസൽസ്, ട്രൈഗ്ലിസറൈഡ്സ്, അങ്ങനെയൊക്കെ പലതും കൂടുന്നു. അങ്ങനെ പല രീതിയിലുള്ള ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകും. അപ്പോൾ ശരിക്കും ഗ്ലൂക്കോസ് ഷുഗർ ഇൻടേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കത് എപ്പോഴും ഒരു ചെറുപ്പം മുതലേ അതൊരു മോഡറേഷനിൽ കൊണ്ടുവന്നതാണ് എപ്പോഴും നല്ലത്. ഡെഫിനറ്റ്ലി അതിന് ആ ഒരു സമയത്തുള്ള ഒരു റിലീഫ് മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഭയങ്കരമായിട്ട് ടയർഡ് ആയിരിക്കുമ്പോൾ ചിലപ്പോൾ കുറച്ച് സ്വീറ്റ് കഴിച്ചാൽ പെട്ടെന്ന് ഒരു എനർജി വരും. അങ്ങനത്തെ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ടെന്നല്ലാതെ അത് റെഗുലറായിട്ട് ഹൈ ഇൻടേക്ക് ചെയ്യുന്ന എപ്പോഴും ഹെൽത്തിന് ബാഡാണ്. ഓക്കെ. ഇനി ഈ ബുദ്ധി കൂടാനായിട്ട് ചില കുട്ടികൾക്ക് ഇങ്ങനെ ഓരോ ചെവനപ്രാശമൊക്കെ കൊടുക്കും, എൻ്റെ കുട്ടിക്ക് ബുദ്ധി കൂടുമെന്ന് പറഞ്ഞിട്ട് ഒരു തെറ്റായ ധാരണ നമ്മുടെ സൊസൈറ്റിയിൽ പല അമ്മമാർക്കും ഉണ്ട്. ശരിക്കും ഇത്തരത്തിൽ ബുദ്ധി കൂടാനായിട്ട് അങ്ങനെ സപ്ലിമെന്റ്സ് ഉണ്ടോ, അല്ലെങ്കിൽ അത് എത്രത്തോളം അത് ഈ ന്യൂറോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ, എന്തായിരിക്കും അതിന്റെ പിന്നിലെ ഒരു കാരണം? നമ്മുടെ ബുദ്ധി എപ്പോഴും നമ്മുടെ മെയിൻ ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്ന നമ്മുടെ ജീനാണ്, നമ്മുടെ ഇൻഹെറിറ്റർ എത്രത്തോളം ഉണ്ടെന്നുള്ളത്. പിന്നെ അതിനെ നമുക്ക് പോഷിപ്പിക്കാനായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ വളരെ ചെറിയ റോള് മാത്രമേ ഉള്ളൂ ഈ സപ്ലിമെന്റ്സ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഒമേഗ ഫാറ്റി ആസിഡ്സ് ചിലപ്പോൾ നല്ലതാണ്. പിന്നെ ചില ഈ ഗ്രീൻ ടീ ഒക്കെ കുറച്ച് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ബ്ലൂബെറീസ്, വിറ്റാമിൻ ഇ റിച്ച് ആയിട്ടുള്ള ബ്ലൂബെറീസ്, പല രീതിയിലുള്ള ബെറീസിൽ ബ്ലൂബെറി ഭയങ്കര നല്ലതാണ്. പിന്നെ വിറ്റാമിൻ സി വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ ബോഡിയുടെ ഹീമോഗ്ലോബിൻ ലെവൽ ഹൈ ആണെങ്കിൽ നമുക്ക് ബ്ലഡ് ഫ്ലോ ബ്രെയിനിലേക്ക് ഇമ്പ്രൂവ് ചെയ്യും, ഓക്സിജൻ ഡെലിവറി ടു ദ ബ്രെയിൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം നമുക്ക് ബ്രെയിനിൽ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. അപ്പം അയൺ, കുറച്ച് ഹീമോഗ്ലോബിൻ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് അയൺ കൊടുക്കുന്നത് നല്ലതാണ്. അങ്ങനെ ചില ഇത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊന്നും ഒരിക്കലും ബ്രെയിൻ ഡയറക്റ്റ് കൂട്ടുന്നതല്ല. ബേസിക്കലി നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ബ്രെയിനിൻ്റെ പവർ ഇമ്പ്രൂവ് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഒരു നല്ല ബ്രെയിൻ ഫംഗ്ഷനിങ് ആവശ്യമുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ഹെവി വെൽ ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ്, ഒരു മോഡറേറ്റ് ലഞ്ചും, ഒരു ലൈറ്റ് ഡിന്നറും, ഇത് എപ്പോഴും ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ അഡിക്വേറ്റ് വാട്ടർ, ഇത് എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ ജനറൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. അല്ലാതെ നമുക്ക് ഇത് സപ്ലിമെന്റ് കൊടുക്കുന്നോർത്ത് അതൊരു പലരും അമ്മമാരുടെ വീക്ക്നെസ് മുതലെടുക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ടിവിയിൽ നമ്മൾ കാണുന്ന അഡ്വർടൈസ്മെന്റിലൊക്കെ ബൂസ്റ്റ് ഇസ് എ സീക്രട്ട് ഓഫ് മൈ എനർജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതുണ്ടല്ലോ. ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ കുട്ടികൾക്ക് പഠനം വരും, AHA+, ഹോർലിക്സ് കുടിക്കൂ, ഇങ്ങനെ ബോൺവിറ്റ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ അവർ അഡ്വർടൈസ് ചെയ്യുന്നത് അവരുടെ പ്രോഡക്റ്റ്. ശരിക്കും അപ്പം ഒരു ന്യൂറോ സർജൻ എന്നുള്ള രീതിയിൽ ഡോക്ടറിന്റെ പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊക്കെ ഇങ്ങനത്തെ സപ്ലിമെന്റ്സ് കഴിക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് അത് എത്രത്തോളം അത് ഹെൽത്തിയാണ്, ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ കൊള്ളാം. പക്ഷെ അത് കഴിച്ചെന്നോർത്ത് അങ്ങനെ വലിയ എക്സലന്റ്, അങ്ങനെ വലിയ അപാരമായിട്ടുള്ള ബ്രെയിൻ പവർ അങ്ങനെയൊന്നും ഇമ്പ്രൂവ് ചെയ്യത്തില്ല. നമ്മുടെ ഹെൽത്ത് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും, അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഇമ്പ്രൂവ് ചെയ്യും, അത്രയേ ഉള്ളൂ. പക്ഷെ ഈ സപ്ലിമെന്റ്സ് എല്ലാം ഹെൽത്തി ആയിരിക്കണം, അത്രയേ ഉള്ളൂ. എല്ലാ സപ്ലിമെന്റ്സും കറക്റ്റ് ആയിട്ടും നല്ല ക്വാളിറ്റി ഒന്നും കാണത്തില്ല. അപ്പൊ എപ്പോഴും നമ്മൾ അത് എൻഷുർ ചെയ്യണം. പിന്നെ ഈ തലവേദന ഒരുപാട് ചില ആൾക്കാർക്ക് ഫ്രീക്വന്റ് ആയിട്ട് തലവേദന ഉണ്ടാവും. അങ്ങനെ ഒരുപാട് നാളത്തെ തലവേദന അവർക്ക് ഇങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴെങ്കിലും അത് ഈ തലവേദന എന്തെങ്കിലും അവരൊരു ബ്രെയിൻ ട്യൂമറിലേക്കോ അങ്ങനെ എന്തെങ്കിലും വരാൻ അങ്ങനെ ചാൻസ് ഉണ്ടാവുമോ? ഇല്ല, 90-100 ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തലവേദന വരും. തലവേദന വരാത്ത ആരും കാണത്തില്ല. അതെ, ചിലര് പറഞ്ഞു കേൾക്കും ഫ്രീക്വന്റ് ആയിട്ട് എന്നും അവർക്ക് തലവേദന, ടാബ്ലറ്റ് കഴിച്ചാലും ഇങ്ങനെ തലവേദന, അങ്ങനെയുള്ള ആൾക്കാരുടെ അത് ബേസിക്കലി സ്ട്രെസ് ഹെഡേക്ക് ആണ്. ഇപ്പൊ ഏറ്റവും കൂടുതലുള്ള കോമൺ കോസ് സ്ട്രെസ് ഹെഡേക്ക് ആണ്. അവർക്ക് എന്തെങ്കിലും ഒരു ബോഡിയിൽ എന്തെങ്കിലും സമ്മർദ്ദം വരുമ്പോഴാണ്. ചിലർക്ക് ചെറിയൊരു വിശപ്പ് വന്നാൽ മതി ഉടനെ തലവേദനയാവും. അതാണ് സ്ട്രെസ് ഹെഡേക്ക് ആണ് ഏറ്റവും കോമൺ. പിന്നെ ഉള്ള ഒരു കോമൺ ആണ് മൈഗ്രെയിൻ, പിന്നെ ഉള്ള ക്ലസ്റ്റർ ഹെഡേക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ സൈനസൈറ്റിസ് ആണുള്ള ഹെഡേക്ക്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ളത്. 98% ഈ ഗ്രൂപ്പിലാണ്. വളരെ കുറച്ച് ഹെഡേക്സ് മാത്രമേ ഉള്ളൂ ഈ ഡേഞ്ചറസ് ഹെഡേക്സ് എന്ന് പറയുന്നത്. അപ്പം അതിന് ചില ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലവേദന ഇല്ലാത്ത ഒരാൾക്ക് തലവേദന വരുവാണെങ്കിൽ അത് നമ്മൾ
സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം, തലവേദന ഇല്ലാത്ത ഒരാൾക്ക്. പിന്നെ കണ്ടിന്യൂസ് ഹെഡേക്സ് എപ്പോഴും പ്രോബ്ലം ആണ്. ഈ മൈഗ്രെയിനും സ്ട്രെസ് ഹെഡേക്ക് ആണെങ്കിൽ ഇന്റർമീഡിയറ്റ് ഇടയ്ക്ക് വരും പിന്നെ പോവും. ഇന്റർമീഡിയറ്റ് ഹെഡേക്ക് യൂഷ്വലി സേഫ് ആണ്. കണ്ടിന്യൂസ് ഹെഡേക്സ് പ്രോബ്ലം ആണ്. പിന്നെ ഗ്രാജുവൽ ഇൻക്രീസിങ് ഹെഡേക്സ്, ബ്രെയിൻ ട്യൂമറിന്റെ ഹെഡേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ചെറിയൊരു വേദനയായിരിക്കും, പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാജുവൽ ഇൻക്രീസിങ്. അതാണ് യൂഷ്വലി ബ്രെയിൻ ട്യൂമറിന്റെ പ്രത്യേകത. അപ്പോൾ അങ്ങനത്തെ ഹെഡേക്സ് ആണെങ്കിൽ പ്രോബ്ലം ആണ്. അതിൻ്റെ കൂടെ അസോസിയേറ്റഡ് സിംറ്റംസ് കാണാം, അതായത് പെട്ടെന്ന് പ്രൊജക്ടൈൽ വോമിറ്റിംഗ്. സാധാരണ ഛർദി എന്ന് പറഞ്ഞാൽ ഒരു ഓക്കാനം പോലെയൊക്കെ വന്നിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ബ്രെയിൻ ട്യൂമറിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ തലയുടെ പ്രഷർ കൂടുമ്പം ചാടി പെട്ടെന്ന് ഒരു തലയുടെ പ്രഷർ കാരണം നമ്മുടെ വോമിറ്റിംഗ് സെന്ററിനെ ഇറിറ്റേറ്റ് ചെയ്ത് പെട്ടെന്ന് ഒരു പ്രൊജക്ടൈൽ വോമിറ്റിംഗ് പോലെ വരും. അത് മിക്കവാറും രാവിലെ ദിവസങ്ങളായിരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഒരു ഒക്കാനൊന്നുമില്ല, പെട്ടെന്ന് അങ്ങ് വോമിറ്റ് ചെയ്യുന്നത്. അതൊരു സിഗ്നിഫിക്കൻറ്റ് സിംറ്റം. അപ്പോൾ ഹെഡേക്ക് അത് അപ്പോൾ തലവേദനയുണ്ട്, പെട്ടെന്ന് അങ്ങ് ശ്രദ്ധിക്കുന്നു, എന്നിട്ട് ശ്രദ്ധിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് ഹെഡേക്ക് റിലീവ് ആവുന്നു. മൈഗ്രെയിൻ ഉള്ളവർക്കുണ്ട്, പക്ഷെ അത് നോസിയ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നോസിയ ഉണ്ട്. ഇത് നോസി ഇല്ല. അങ്ങനെയുള്ള തലവേദനകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മുടെ സൊസൈറ്റി ഇപ്പം ഇവിടെ നമ്മുടെ നാട്ടിൽ ആക്സിഡൻസ് ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് വരുന്നുണ്ട്, റോഡ് ആക്സിഡൻസ് ഒക്കെ ഒരുപാട്. അപ്പം അങ്ങനെ വരുമ്പം അവരുടെ ഇപ്പം ഒരു ന്യൂറോ സർജൻ എന്നുള്ള രീതിയിൽ ഡോക്ടർക്ക് എന്തായാലും അതിന്റെ ഇതായിട്ടുള്ള ഒരുപാട് കേസസ് ഇപ്പൊ ഡോക്ടർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താണ് അവര് കൂടുതലായിട്ടും ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ ആക്സിഡന്റ് കെയർ ഒരു 5 ലെവലിലാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിവെൻറ്റീവ്. അത് നമ്മൾ ഈ ആക്സിഡൻസ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ. അത് റോഡിലെ ട്രാഫിക് പ്രോപ്പറായിട്ട് ചെയ്യുക, സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുക, ഹെൽമെറ്റ് ഉപയോഗിക്കുക, ഓവർ സ്പീഡിങ് അവോയ്ഡ് ചെയ്യുക, ലെയിൻ ട്രാഫിക് ഫോളോ ചെയ്യുക, റോഡിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അതൊന്ന്. പിന്നെ ഈ വർക്ക് സൈറ്റ് ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് പ്രോപ്പറായിട്ട് വർക്ക് സൈറ്റുള്ള എന്തെങ്കിലുമൊക്കെ ഹെഡ് അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടി പ്രോപ്പർ സേഫ്റ്റി ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കുക. അങ്ങനത്തെ പ്രിവെൻറ്റീവ് മെഷേഴ്സ്. സെക്കൻഡ് ഫേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിഡന്റ് നടന്നു കഴിഞ്ഞാൽ ആ സമയത്ത് ചെയ്യുന്നത് ചെയ്യുള്ള കെയർ ആണ്. അത് ഡോക്ടേഴ്സ് അല്ല ചെയ്യുന്നത്, പബ്ലിക്കാണ് ചെയ്യുന്നത്. അതാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ്. കാരണം ആക്സിഡന്റ് ഇനീഷ്യൽ കെയർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, എന്നാലാണ് ലോങ് ടേം ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഒരു ബ്ലീഡിങ് വരുമ്പം അതെങ്ങനെ കൺട്രോൾ ചെയ്യണം, അത് കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് പ്രഷർ അപ്ലൈ ചെയ്ത്, കൈയാണെങ്കിൽ കയ്യോ കാലോ ആണെങ്കിൽ അത് പൊക്കി പിടിക്കുക, അങ്ങനെ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യുക. ഫ്രാക്ചർ ഉണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് അനക്കി അതിങ്ങനെ ജസ്റ്റ് ഡാങ്കിൾ ചെയ്യിക്കാതെ അതിനെ സ്പ്ലിന്റ് എന്തെങ്കിലും വെച്ചൊന്ന് കെട്ടി സ്പ്ലിന്റ് പോലെ വെച്ച് അനക്കാതെ വെക്കുക. അങ്ങനെ ഇഞ്ചുറീസിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഓൺ സൈറ്റ് മാനേജ്മെന്റ്. ഇത് പബ്ലിക്കിന്റെ എല്ലാ പബ്ലിക്കും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ചിലപ്പോൾ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അറസ്റ്റ് ഉണ്ടെങ്കിൽ CPR വരെ ചെയ്യാൻ പഠിക്കണം. ആ സമയത്ത് CPR ചെയ്യണം. അല്ലാതെ ആശുപത്രി കൊണ്ടുപോയിട്ട് CPR ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേക്കും ഡെത്ത് ആവും. അപ്പം ഓൺ ദ സ്പോട്ട് CPR ചെയ്ത് റിവൈവ് ചെയ്യിപ്പിച്ചിട്ട് വേണം ചെയ്യാൻ. പിന്നെ മൂന്നാമത്തെ ഫേസ് ആണ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ടും കെയർഫുൾ ആയിരിക്കും. ഒരിക്കലും ഏതെങ്കിലും വണ്ടിയിലോട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞ് അങ്ങനെയല്ല കൊണ്ടുപോകണേ. വളരെ കെയർഫുൾ ആയിട്ട് നമ്മുടെ മാൻ ഹാൻഡ്ലിങ് കാരണം പ്രോബ്ലം വരാത്ത രീതിയിൽ വേണം കൊണ്ടുപോകാൻ. കാരണം മിക്കവാറും ആൾക്കാർ കെയർലെസ് ആവും. ഭയങ്കര ആ ഒരു ആവേശത്തിൽ പെട്ടെന്ന് മാൻഹാൻഡിൽ. അപ്പം ചെറിയൊരു ഇഞ്ചുറി ആയിരിക്കും. പല പേഷ്യൻസും നമ്മൾ കാണാം, കൈ അവിടെ ആക്സിഡന്റ് ആകുമ്പോൾ കൈയും കോലും അനങ്ങുന്നുണ്ട്, ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ കൈയും കോലും അനങ്ങുന്നില്ല. അതിന്റെ കഴുത്ത് ഇങ്ങനെ ആവശ്യമില്ലാതെ ഷേക്ക് ചെയ്തിട്ട് സ്പൈനൽ കോഡ് ഇഞ്ചുറി വന്ന് കംപ്ലീറ്റ് പാരലൈസ്ഡ് ആയി പോയി. കോമൺ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം വളരെ കെയർഫുൾ ആയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യണം. ഫോർത്ത് ഫേസ് ആണ് ഹോസ്പിറ്റലിലുള്ള ട്രീറ്റ്മെന്റ്. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ പിന്നെ ഫിഫ്ത്ത് ഫേസ് ന്യൂറോ റീഹാബിലിറ്റേഷൻ. അവരുടെ ഓരോ ഡിഫക്ട്സും നോക്കി പ്രോപ്പർ ട്രെയിനിങ് കൊടുത്ത് തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ഒരു 5 ഫേസസ് ആണ്. അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസും തേർഡ് ഫേസും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ സംസാരിക്കാം. മാൻ പവർ ലീക്കേജ് ഇൻ കേരള, അതെന്താണ് ഡോക്ടർ? അത് എല്ലാ ഫീൽഡിലും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് മാൻ പവർ ലീക്കേജ്. മെഡിക്കൽ ഫീൽഡിൽ വളരെ കോമൺ ആണ്. അതായത് ഇവിടെ ഏറ്റവും, കാരണം നമ്മുടെ കേരളത്തിലെ എഡ്യൂക്കേഷൻ സ്റ്റാൻഡേർഡ്സ് വളരെ ഹൈ ആണ്. അത് ഏത് ഫീൽഡിലായാലും മെഡിക്കൽ ഫീൽഡിൽ വളരെ ഹൈ ലെവൽ ഓഫ് ഒരു ട്രെയിനിങ് ആണ്. എത്ര ഹൈ ലെവൽ ഓഫ് ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഉടനെ അവർ വിദേശത്തോട്ടോ ഏതെങ്കിലും സ്ഥലത്തോട്ട് പെട്ടെന്ന് ജോലിക്ക് പോകുന്നു. അത് ശരിക്കും മാൻ പവർ ലീക്കേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മുടെ സ്റ്റേറ്റിന്റെ കംപ്ലീറ്റ് റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചിട്ട് പിന്നെ അവർ പുറത്തേക്ക് പോയി മറ്റു രാജ്യങ്ങളെ സേവിക്കുന്നു. അതാണ് മാൻ പവർ ലീക്കേജ്. അപ്പം അതൊരിക്കലും നമുക്ക് നമുക്ക് അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ആൾക്കാർക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നതനുസരിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ നോക്കുമ്പോൾ അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ജോലിയില്ല, ഉള്ളെങ്കിൽ തന്നെ അതിനുള്ള അനുസരിച്ചുള്ള അവർക്ക് ബെനിഫിറ്റ്സ് ഇല്ല, സാലറി ബെനിഫിറ്റ്സ് ഇല്ല, വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തീരെ പൂർ, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുമ്പം
മറ്റ് സ്ഥലത്തുനിന്നും ഓഫേഴ്സ് വരുമ്പോൾ അതൊക്കെ വളരെ വളരെ മെച്ചമാണ്. ഇപ്പം എനിക്ക് തന്നെ പല ഓഫേഴ്സും വരാറുണ്ട്. നമ്മൾ എപ്പോഴും വിചാരിക്കും ഇത് ശരിക്കും എടുക്കണമെന്ന്. അതുപോലെ വളരെ അട്രാക്റ്റീവ് ഓഫേഴ്സാണ് പലവരും. ഗൾഫിൽ നിന്നാണെങ്കിലും പല വെസ്റ്റേൺ കൺട്രീസിലാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ഓഫേഴ്സ് വരും. അത് എല്ലാ ഫീൽഡിലും വരും. ഇപ്പം നമ്മുടെ മെഡിക്കൽ നഴ്സിംഗ് ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും അവരൊക്കെ ഹെവി ലോൺ എടുത്തിട്ട് ഇവിടുത്തെ അവർ പഠിച്ചിറങ്ങുമ്പോഴേക്കും അവർക്ക് ആ സാലറി വെച്ച് അവർക്ക് ജീവിക്കാൻ പോലും ഉള്ള സാലറി കൊടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അവർ ഉടനെ ആ എഡ്യൂക്കേഷൻ ലോണിൻ്റെ ബർഡൻ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ബർഡൻ കാരണം അവർക്ക് വിദേശത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ഡെഫിനറ്റ്ലി അത് എല്ലാവരും വിദേശത്ത് പോകും. മെഡിക്കൽ ഫീൽഡിൽ മാൻ പവർ ലീക്കേജ് ഇപ്പം ഭയങ്കര രൂക്ഷമായിക്കൊണ്ടിരിക്കുക. ഇപ്പം ബേസിക്കലി ഒന്നത്തെ ഇവിടുത്തെ വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ മോബ് അറ്റാക്ക്, ഹോസ്പിറ്റലുകളിൽ മോബ് അറ്റാക്സ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുക. അത് ബേസിക്കലി അതൊരു സിസ്റ്റം ഫെയിലിയർ ആണ്. കാരണം നമ്മൾ ഹോസ്പിറ്റലിനെ അറ്റാക്ക് ചെയ്ത് ആർക്കൊന്നും ചോദിക്കാനില്ല. ഒരു റെസ്റ്റോറൻറ്റ് എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ അവിടെ കയറി അടിച്ച് തകർക്കുക. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ആൾക്കാരുടെ അൺസിവിലൈസ്ഡ് ബിഹേവിയറും സിസ്റ്റം ഫെയിലിയറുമാണ്. അപ്പം നമ്മൾ ഇതേ ആൾക്കാർ തന്നെ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും പ്രശ്നം വന്നാൽ കയറി അറ്റാക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു എയർപോർട്ടിൽ കയറി അറ്റാക്ക് ചെയ്യത്തില്ല, അല്ലെങ്കിൽ ഒരു കസ്റ്റംസ് ഓഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഡിഫൻസിൽ അവിടെ ഒന്നും പോയി അറ്റാക്ക് ചെയ്യത്തില്ല. കാരണം അവിടെ പോയി ഓൺ ദ സ്പോട്ട് അവരെ ഷൂട്ട് ചെയ്ത് അങ്ങനത്തെ അവരുടെ ജീവൻ പോകുന്ന രീതിയിൽ അവർക്ക് എംപവേർഡ്. പക്ഷേ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓഫീസിലേക്ക് കയറി ചെയ്യുന്നു അറ്റാക്ക് ചെയ്യുന്നത്. അത് ശരിക്കും വളരെ ഒരു അൺറിഫൈൻഡ് സൊസൈറ്റിയുടെ ഒരു 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 ലക്ഷണമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഫെയിലിയർ ആണ്. അപ്പോൾ നമ്മുടെ പാലകരായിട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഗവൺമെന്റ് ആയാലും പോലീസ് ആയാലും ജുഡീഷ്യറി ആയാലും ഇതൊക്കെ ശരിക്കും റൂൾസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഹോസ്പിറ്റൽ അറ്റാക്സിനെതിരെ വലിയ വലിയ റൂൾസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് എൻഫോഴ്സ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ഈ ഭയങ്കരമായിട്ട് ഡോക്ടേഴ്സും ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഭീതിയിലാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് നമ്മുടെ ഇപ്പൊ ഇതിൽ വന്നു കഴിഞ്ഞു, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്, മീഡിയയിലൂടെ ഒക്കെ നമ്മൾ അറിയുന്നുണ്ടല്ലോ. പക്ഷെ അവിടെ ആൾക്കാർ ഈ പറയുന്ന പോലെ മോബ് അറ്റാക്ക് ചെയ്യാൻ കാരണം അവർക്ക് അവിടെ നിന്നും ഇത്തരത്തിലുള്ള ഒരു അങ്ങനത്തെ ഒരു കിട്ടുന്നില്ല. ബേസിക്കലി അവർ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കെയർ കിട്ടത്തില്ല. അതിന്റെ സാഹചര്യം അവർ മനസ്സിലാക്കുന്നത്. കാരണം എപ്പോഴും ഒരു എമോഷണൽ ഒരു ഏരിയ ആണല്ലോ ഹോസ്പിറ്റലിൽ. തീർച്ചയായിട്ടും. അപ്പൊ അതിനൊരു പരിഹാരം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിന്റെ മോബ് അറ്റാക്ക് അല്ല. മോബ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനെ പിന്നെ അത് കൊളാപ്സ് ചെയ്ത് കഴിയും. ഒരു റെസ്റ്റോറന്റിലെ ഫുഡ് ശരിയല്ലെങ്കിൽ ആ റെസ്റ്റോറന്റ് തല്ലി പൊളിക്കുന്നതല്ല അതിന്റെ രീതി. അതിന് ശരിക്കും അതിന്റെ നിയമവ്യവസ്ഥകളുണ്ട്. അതിന്റെ കറക്റ്റ് ആയിട്ട് അതിന്റെ നിയമവ്യവസ്ഥയിലൂടെ തന്നെ പോയി ശിക്ഷ കൊടുക്കണം. ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഫോൾട്ടോ എന്തെങ്കിലും പേഷ്യന്റ് കെയറിൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതിൽ നിയമവ്യവസ്ഥയിലൂടെ തന്നെ പോയി ചെയ്യണം. അല്ലാതെ അവർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അത് എപ്പോഴും വളരെ അൺറിഫൈൻഡ് ആണ്. അത് എപ്പോഴും അൺവാണ്ടഡ് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യത്തുള്ളൂ. ഇതേ ആൾക്കാർ പുറത്തു പോയാൽ അവർക്ക് ഇതേ സിറ്റുവേഷൻ ഫെയിൽ ചെയ്ത് അവരവിടെ പോകത്തില്ല. അവരെപ്പോഴും നിയമത്തിന്റെ വഴിയിലേക്കേ പോകത്തുള്ളൂ. ഇവിടെ നിയമം ഒന്ന് പ്രോപ്പർ ആൾക്കാർ കയ്യിലെടുക്കുവാണ്. അപ്പൊ അതൊരു ഹീറോയിസം പോലെ. ഇപ്പൊ നമ്മളൊരു രാവണപ്രഭുവിലൊക്കെ ഏതൊരു സിനിമയില് മോഹൻലാൽ എന്തൊരു ഇഷ്യൂ വന്നപ്പോ ഹോസ്പിറ്റലിൽ തല്ലി തറക്കുന്ന ഒരു സീന്, അതൊരു ഹീറോസ് ആയിട്ടാണ് കാണുന്നത്. അത് ശരിക്കും അത് വളരെ റോങ് ഇൻഫർമേഷൻ ആ ഡയറക്ടർ ജനങ്ങൾക്ക് കൊടുത്തത്. അതെങ്ങനെ അങ്ങനത്തെ ഇൻഫർമേഷൻ കൊടുക്കുമ്പോഴേക്കും വളരെ ചെറുപ്പക്കാർക്ക് അതൊരു റോങ് ഒരു ഹീറോയിസം പോലെ കാണിക്കും. ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് എൻഫോഴ്സ് ചെയ്യണം. ഒരിക്കലും നമ്മൾ മോബ് അറ്റാക്ക് ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള നിയമവ്യവസ്ഥകൾ കറക്റ്റ് ആയിരിക്കണം. ഇപ്പൊ നിയമവ്യവസ്ഥ കറക്റ്റ് അല്ല, അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ മോബ് അറ്റാക്ക് ചെയ്താലും അതിനെ ശിക്ഷിക്കാൻ ഒരു നിയമമെങ്കിൽ ഇങ്ങനത്തെ ഓരോ പ്രോബ്ലംസ് വരും. അത് കാരണം എന്താണ് ഇപ്പൊ മെഡിക്കൽ ഫീൽഡിലൊക്കെ എല്ലാ യങ്സ്റ്റേഴ്സ് എങ്ങനെയെങ്കിലും പുതിയ നല്ല നല്ല ഓഫേഴ്സ് നോക്കി പുറത്തേക്ക് ചാടാം. അവർക്കൊരു കണക്ഷൻ ഇല്ല. കാരണം എന്തായാലും ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെയാണെന്നുള്ളൊരു രീതിയിൽ വരുമ്പോഴേക്കും ലോങ് ടേമിൽ ഇവിടെ സാധാരണ ആൾക്കാർക്ക് ഒരുപാട് പ്രോബ്ലംസ് വരും. ഇനി ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈയിടെ വായിച്ചതാണ്, കൊല്ലത്ത് ഒരു പഞ്ചായത്തിൽ 5 സ്ത്രീകൾ ഒരു ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഓർഗൻ ഡൊണേഷൻ കൊടുക്കേണ്ടി വരികയാണ്. മിക്കതും ഇങ്ങനെയുള്ളവരെ ടാർഗറ്റ് ചെയ്യണത് സാധാരണ നിലയിലുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ആ ഒരു ക്രൈസിസ് അനുഭവിക്കുന്ന ലേഡീസിനെയാണ്. കാരണം അവർക്ക് വലിയൊരു ഇൻകം ഒന്നും കിട്ടിയില്ലെങ്കിലും അവരെ സംബന്ധിച്ച് ഒരു 1000 രൂപ 10,000 രൂപ 1 ലക്ഷം എന്ന് പറയുന്നത് തന്നെ വലിയൊരു എമൗണ്ട് ആണ് അല്ലേ. അപ്പം അവരുടെ ഒരു ഓർഗൻ കൊടുത്ത് അവർക്ക് ആ ഒരു അവരുടെ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടുള്ള അവരുടെ കടബാധ്യതയൊക്കെ വീട്ടാനായിട്ട് അങ്ങനെ ഒരു ഇതിലേക്ക് ഭയങ്കര ഫോഴ്സ്ഫുൾ ആയിട്ട് ഇന്നിപ്പോ കാണുന്നു. അതിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയുന്നത്? അത് ശരിക്കും ഒട്ടും ശരിയല്ല. നമ്മൾ ഓർഗൻ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ വളരെ വോളണ്ടറി ആയിട്ട് ആൾക്കാരെ അതിനെ മനസ്സിലാക്കി അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അവർ അതുകൊണ്ട് ഉണ്ടാകുന്ന ബെനിഫിറ്റ് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഭവമാണ്. അതൊരിക്കലും എൻഫോഴ്സ് ചെയ്ത് ഫോഴ്സ്ഫുൾ ചെയ്യുന്നത് ശരിയല്ല. അത് നിയമവിരുദ്ധമാണ്. അപ്പം ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഇതുണ്ട്, ഏതെങ്കിലും ഏജന്റ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ശിക്ഷ അർഹിക്കുന്നതാണ്.
കാരണം ഒരിക്കലും ഓർഗൻ ഡൊണേഷൻ പറഞ്ഞാൽ എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ പോലെ നമുക്ക് ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മുടെ ബ്ലഡ് എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ വോളണ്ടറി ആയിട്ട് നമ്മുടെ ബ്ലഡ് കൊണ്ട് ആർക്കെങ്കിലും ഗുണം നമ്മൾ വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ ഓർഗൻ. പക്ഷേ ഓർഗൻസ് ആവശ്യമുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ശരിക്കും ജനങ്ങൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതിനെ പ്രോപ്പറായിട്ടുള്ള ലീഗൽ രീതിയിലൂടെ തന്നെ വേണം ഡൊണേറ്റ് ചെയ്യാനായിട്ട്. അതല്ലാതെ ആരുടെയെങ്കിലും നിർബന്ധത്തിൽ വഴങ്ങി ഒരിക്കലും നമ്മൾ ചെയ്യുന്നത് ശരിയല്ല. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എപ്പോഴും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനും വളരെ തെറ്റായുള്ള കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും ജെന്യൂനായിട്ട് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള പലരും അതിൽ നിന്ന് പിന്മാറും. അതും സാറിന് ഈ ആവശ്യമുള്ള ആൾക്കാരെയൊക്കെ ഒരുപാട് അഫക്റ്റ് ചെയ്യും. കാരണം ഇപ്പം ഡയാലിസിസ് ചെയ്ത് ഒത്തിരി ആയിരക്കണക്കിന് ആൾക്കാരാണ് എല്ലാ ഹോസ്പിറ്റൽസും ഡയാലിസിസ് ചെയ്ത് നടക്കുന്നത്. അവർക്കൊക്കെ ഒരു കിഡ്നി കിട്ടി കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു. പക്ഷെ അതിന് കിട്ടുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി അത് വോളണ്ടറി ഡോണേഴ്സിന്റെ ആവശ്യം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. അത് മനസ്സിലാക്കി അതിന്റെ മഹത്വം മനസ്സിലാക്കി വേണം അത് കൊടുക്കാൻ. ഒരിക്കലും നമ്മൾ എൻഫോഴ്സ് ചെയ്യാൻ പാടില്ല. ആണെങ്കിൽ അത് വളരെ തെറ്റാണ്. അതിന് നിയമപരമായിട്ട് അവരെ മതവുമായിട്ട് അവരെ ശിക്ഷിക്കണം. ഓക്കെ. ഇനി ഒരേ ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെയും ഒന്ന് രണ്ട് കാര്യങ്ങളിൽ പറഞ്ഞു സിനിമ വളരെ മോശമായിട്ട് ഇതിവിടെ അത് ചിത്രീകരിച്ചു, അത് വളരെ മോശമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ആണ് ഓഡിയൻസിലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഹെൽത്ത് കെയർ നമ്മുടെ ഈ ഒരു ഇതിൽ തന്നെ എത്രത്തോളം നമ്മുടെ സിനിമ ഇതിലെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മിസ്ലീഡ് ചെയ്യുന്നു? അതെ ബേസിക്കലി നമുക്ക് പല ആൾക്കാർക്കും ഇൻഫർമേഷൻസ് എപ്പോഴും കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടണമെന്നില്ല. അവർ കാണുന്ന കാര്യങ്ങളാണ് അവർ വിശ്വസിക്കുന്നത്. പക്ഷെ കാണുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് ശരിയാവണമെന്നില്ല, തെറ്റായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പം എപ്പോഴും നമ്മൾ ഈ ഫിലിമിലൂടെ എന്ത് കാണിച്ചാലും മെഡിക്കൽ മാത്രമല്ല, ലേഡീസിനോട് ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും മറ്റേ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത് അതൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിക്കണം. അല്ലാതെ ഒരു ലേഡീനെ ഇൻസൾട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹോസ്പിറ്റലിൽ തകർക്കുന്ന, ഒരു റെസ്റ്റോറൻറ്റ് തകർക്കുന്ന ഹീറോയിസമായിട്ട് പ്രൊജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് യാതൊരു ആക്സസോ അറിയുള്ള ആൾക്കാർ അതേ ചെയ്യത്തുള്ളൂ. അപ്പൊ അവർക്ക് അപ്പം ഒരു ലേഡീനെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു ഹീറോയിസമായിട്ട് ചില സിനിമകൾ കാണിക്കുന്നുള്ള തെറ്റായ രീതിയാണ്. അപ്പൊ എന്താ സംഭവിക്കുക? ഈ ഇവര് ബാക്കിയുള്ള ലേഡീസിനെ അങ്ങനെ കാണിക്കുന്നത് എന്തോ ഹീറോയിസമായിട്ട് അവർക്ക് ആരും വേറെ ആരും പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. അവരിത് അവരുടെ വർഷിപ്പ് ചെയ്യുന്ന അവരുടെ ഐഡൽസ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരും അങ്ങനെ ചെയ്യും. അതെന്തോ ഹീറോയിസം. അപ്പൊ ഇങ്ങനത്തെ തെറ്റായ കാര്യങ്ങൾ ശരിക്കും സിനിമയിൽ പ്രൊജക്ട് ചെയ്യാൻ പാടില്ല. അതിനൊക്കെ സ്ട്രിക്റ്റ് സെൻസർഷിപ്പ് വേണം. അങ്ങനെ ലൂസായിട്ട് എങ്ങനെ എന്തെങ്കിലും കാണിക്കാന്നുള്ള ഒരു രീതി വരില്ല. ബേസിക്കലി നമുക്കൊരു യങ്സ്റ്റേഴ്സ് ഇത് കാണുന്നുണ്ട്, അതിൽ നിന്ന് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുള്ളത് മനസ്സിലാക്കി വേണം ഓരോ ഡയറക്ടേഴ്സും ഓരോ സീൻസും ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതെ. അപ്പം ഡോക്ടർ ഒരുപാട് നന്ദി. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡോക്ടർ ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. നമ്മുടെ ഈ ഒരു സംതിങ് സ്പെഷ്യൽ വളരെ സ്പെഷ്യൽ ആക്കി തന്നതിന് ഡോക്ടർ അരുൺ ഉമ്മൻ്റെ അടുത്ത് വലിയൊരു നന്ദി പറയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓപ്പർച്യൂണിറ്റിക്ക് വളരെ സന്തോഷം. താങ്ക് യു. താങ്ക് യു.